ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു വെനസ്ഡേ എത്തിയിരിക്കുന്നു. നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വെനസ്ഡേ നമ്മൾ മിസ്സായി തോന്നുന്നു. ഇടയ്ക്കൊക്കെ കുറച്ച് വെനസ്ഡേസ് മിസ്സാവുന്നുണ്ട്, എങ്കിൽ ഇന്ന് കറക്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാന ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്. ഓക്കെ, കണ്ണിൻ്റെ അടിയിൽ പിന്നെ കറുപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡാർക്ക്നെസ്, പിന്നെ പഫിനെസ് വരുന്ന കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഉറക്കമില്ലായ്മ കൊണ്ടാണ് ഈ കറുപ്പടി കൂടുതലായിട്ട് കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരുന്നതും, അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ പഫിനെസ് വരുന്നതും മോസ്റ്റ്ലി അങ്ങനെയാണ്. പിന്നെ കുറച്ച് വാട്ടർ റിട്ടൻഷൻ്റെ കാര്യം കൊണ്ടും കണ്ണിൻ്റെ അടിയിൽ പഫിനെസ് ഉണ്ടാകാം. ബോഡിയിലെ വാട്ടർ കൂടുതലായിട്ട് ഈ ഭാഗത്തൊക്കെ വരുന്ന അതിന് പല പല കാരണങ്ങളുണ്ട്. നമുക്ക് ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ ഹോർമോണൽ ഇംബാലൻസസ്, പല പല ഇഷ്യൂസാണല്ലോ. എന്തെങ്കിലും അസുഖത്തിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു സൂചനയായിട്ട് വരാം. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണമല്ലോ. അപ്പോൾ ഞാൻ കൂടുതലും DIY ആണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് അല്ലാതെ പ്രോഡക്ട്സ്, ഞാൻ ഏതെങ്കിലും കമ്പനി പ്രോഡക്ട്സ് ആണെങ്കിൽ ഏറ്റവും നല്ല കമ്പനിയുടെ ട്രൈഡ് ഔട്ട് ഏറ്റവും ഉറപ്പുള്ളത് മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു DIYയിൽ ചെയ്യാം. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക. ഈ പ്രോബ്ലം കുറഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് വരെ, നന്നായിട്ട് മാറുന്നത് വരെ ഈ ഒരു DIY അല്ലെങ്കിൽ ഈ ഒരു പൊടിക്കൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്താണെന്നല്ല, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിനി എന്തൊക്കെ കാര്യങ്ങൾ പുറമെ അപ്ലൈ ചെയ്താലും ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളെടുക്കുന്ന റെസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പം 8 മണിക്കൂർ സ്ലീപ്പ് ഒരു മനുഷ്യന് വളരെ അപേക്ഷിതമാണ്, വളരെ അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്താലും 100% റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഉറക്കം ക്രമീകരിക്കുക. 2 കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റുള്ള കാര്യങ്ങൾ കഴിക്കുക, നിറച്ച് വെള്ളം കുടിക്കുക. പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടേ പുറത്ത് പോകുള്ളൂ. ഇനിയിപ്പോൾ സമ്മർ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രിക്കോഷണറി ആയിട്ടുള്ള കാര്യങ്ങളും കൂടി എടുക്കുക. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നോക്കുള്ളൂ. ഒരു ചെറിയ DIY ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഒന്ന്, കോഫി പൗഡർ ഉണ്ടാകും, പിന്നെ അലോവേറ ജെൽ ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞിട്ട് കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണെങ്കിലും ബെറ്റർ. അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്നതായാലും കുഴപ്പമില്ല. അത് കൂവയാണ് ശരിക്കും, അതാണെങ്കിലും ഓക്കെ. ഈ റിയൽ കസ്തൂരി മഞ്ഞളാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരൽപ്പം ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. പിന്നെ കാച്ചാത്ത പാല്, പശുവിൻ്റെ പാല് കാച്ചാത്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു മിശ്രിതം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടോളൂ അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കോഫി പൗഡർ എടുക്കുന്നു, ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് ഒരല്പം തേനാണ്. അല്പം തേനും കൂടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ തേൻ ചേർക്കാം. ഇനി കുറച്ച് ആൽമണ്ട് ഓയിൽ, ഒരു 1/2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ കൂടി ഒഴിച്ചോളൂ. അതുപോലെ തന്നെ കുറച്ച് അലോവേറ ജെല്ല്, അതൊരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, 1/2 ടീസ്പൂൺ ആയാലും മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇനി ഇതിലേക്ക് ഒരല്പം കാച്ചാത്ത പാല്, അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കണ്ടല്ലോ എങ്ങനെയാണ് ഞാനിത് സെറ്റ് ചെയ്തത്. ഇതാണ് നമുക്ക് വേണ്ട അണ്ടർ ഐ, അല്ലെങ്കിൽ അണ്ടർ ഐ എന്ന് മാത്രം പറയാൻ പറ്റില്ല, കണ്ണിന് ചുറ്റും ഇട്ടാലും കുഴപ്പമില്ല. ഇത് വളരെ ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ കണ്ണിൻ്റെ അടിഭാഗത്ത് മുകൾഭാഗത്തും ഒരു കണ്ണടച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. സർക്കുലർ മൂവ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ആദ്യത്തെ സെറ്റ് ഓഫ് മസാജ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. ഇത് ഉണങ്ങട്ടെ, അതാണ് ആവശ്യം. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ആദ്യം ഒരു മസാജ്. സർക്കുലർ മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. ഒരു 10-20 പ്രാവശ്യം വൺ സൈഡ്, 10-20 പ്രാവശ്യം മറു സൈഡും. അപ്പോൾ ഈ മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. എന്നിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കുക. ഓക്കെ, ഏതൊക്കെ ഭാഗമാണ് നമുക്ക് ഫോക്കസ്, ആ ഭാഗത്തേക്ക് ഇടുക. ഇനി ഇത് ജസ്റ്റ് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യും. ഉണക്കി കഴിഞ്ഞിട്ട് ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് അത് നനച്ചിട്ടൊന്ന് തുടച്ച് മാറ്റുക. അത്ര സിമ്പിൾ. ഇത് എല്ലാ ദിവസവും ചെയ്യണം. പറ്റുമെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടും. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആകും. അത് കഴിഞ്ഞിട്ട് തുടച്ചെടുക്കാം. ഇത് എല്ലാ ദിവസവും ചെയ്യാം. എവറി ഡേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും.
അപ്പോൾ നല്ലൊരു മാറ്റം എക്സ്പെക്റ്റ് ചെയ്യും. ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആകട്ടെ, എന്നിട്ട് ഞാനിത് തുടച്ച് കാണിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ദിവസം കൊണ്ട് തുടച്ച് കാണിക്കുമ്പോൾ ഒരു മാറ്റമൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇതൊരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടുള്ളതല്ല, ഒരു മിനിമം 1 to 2 വീക്സ് തന്നെ വേണം. കാര്യം ഇതിപ്പോൾ എനിക്ക് ചെറിയൊരു പഫിനെസ് ഉണ്ട്. കാര്യം എൻ്റെ ഉറക്കത്തിൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഞാൻ 8 മണിക്കൂർ നിങ്ങളോട് പറയുമ്പോഴേ ഞാനൊരു 4 hours കൂടുതൽ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. പക്ഷേ അത് എന്നെക്കുറിച്ച് എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് റെഗുലേറ്റ് ചെയ്യണം എന്നുണ്ട് കാര്യമായിട്ട്. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ അതേസമയം എനിക്ക് കണ്ണിനടിയിൽ കറുപ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ട് മാത്രം. പിന്നെ റിങ്കിൾസും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇഫക്റ്റീവാണോ നിങ്ങൾക്ക് കാണിച്ചു വരുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതേസമയം ചെറുതായിട്ട് കറുപ്പടിച്ചു തുടങ്ങിയ ആൾക്കാർ, ചെറുതായിട്ട് റിങ്കിൾസ് വന്നു തുടങ്ങിയ ആൾക്കാർ, ചെറിയ ചുളുക്കുകൾ, പിന്നെ കണ്ണിൻ്റെ അടിയിലാണ് ഏറ്റവും ആദ്യം ചുളുക്ക് വരുന്നത്. പിന്നെ അതുപോലെ ഭയങ്കരമായിട്ടുള്ള തടിപ്പ് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒബ്വിയസ് ആയിട്ട് വളരെ കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയല്ല 2 വീക്സെങ്കിലും എടുക്കും. 1 വീക്ക് ആകുമ്പോൾ അത് നമ്മുടെ ഇഷ്യൂ എന്താണ് അത് അഡ്രസ്സ് ചെയ്യുന്നതാണല്ലോ. നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ ഇഷ്യൂ എത്രത്തോളം കഠിനമാണോ അത്രത്തോളം ടൈം എടുക്കും ഹീൽ ചെയ്ത് വരാൻ. അതല്ല കുറച്ച് ലൈറ്റായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂന്നുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കാണാൻ പറ്റും. എന്തായാലും ഇതൊന്ന് ശരിയായി ഉണങ്ങട്ടെ. ഓക്കെ, അലക്കി എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരും. എന്തായാലും ഇതൊരു കണ്ടെയ്നറിലാക്കി ചെറിയൊരു ബോക്സിനകത്താക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, കാര്യം പാല് ചേർത്തിട്ടുള്ളതാണല്ലോ. ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാവുന്ന കാര്യമല്ല. പക്ഷേ മിൽക്കുള്ളത് കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്താണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മിശ്രിതം ഉണ്ടാക്കി പുറത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന സമയത്ത് ഇച്ചിരി പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. നല്ല മണം, കോഫിയുടെ മണം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഹണി എന്ന് പറയുന്ന കാര്യത്തിന് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. കൊളാജൻ ബൂസ്റ്റിംഗ്. അതോടൊപ്പം തന്നെ പാല് ഹണിയും കൂടെ മിക്സ് ചെയ്താൽ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. കണ്ണിനടിയിലെ പഫിനെസ് കുറയ്ക്കാനും ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും ഒക്കെ അത് ഭയങ്കര ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ഹണി പ്ലസ് മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതിനോടൊപ്പം ഹണി എന്ന് പറയുന്ന കാര്യം കൊളാജൻ ബൂസ്റ്റിംഗ് ആണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. മാത്രമല്ല ഹണി നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. പിന്നെ വരുന്ന ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ആൽമണ്ട് ഇറ്റ്സെൽഫ് കണ്ണിന് ഭയങ്കര ഗുണമാണ്. ആ ആൽമണ്ടിൻ്റെ ഷേപ്പ് തന്നെ അറിയില്ലേ, ഒരു കണ്ണിൻ്റെ ഒരു ഷേപ്പല്ലേ. അപ്പോൾ ആൽമണ്ട് ഓയിൽ നമ്മുടെ കണ്ണിന് ഭയങ്കര ഗുണം ചെയ്യും. അതുകൊണ്ട് അൺഡ്രൈയിൽ ആൽമണ്ട് ഓയിൽ വരുന്നതും നല്ലതാണ്. പിന്നെ കോഫിയുടെ കാര്യം പറയാനാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ധാരാളമായിട്ട് കോഫിയിൽ. അതുകൊണ്ട് തന്നെ കണ്ണിനടിയിലെ പഫിനെസ് കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട്, കണ്ണിനടിയിലെ തടിപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതൊരു ഇൻഫ്ലമേഷൻ പോലെയാണല്ലോ, ഒരു നീര് പോലെ. അത് കുറയ്ക്കാനായിട്ട് കോഫി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ഓരോരോ കാര്യങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തുകൊണ്ട് ഇതൊക്കെ ആഡ് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതെന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോഫിയിലുള്ള കെഫെയിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതും നമുക്ക് സഹായിക്കും. ഇതൊരു ടെമ്പററി ആയിട്ട് കിട്ടുന്നൊരു മാറ്റമാണ്. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടേമിൽ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെ. പഫിനെസ് ഒക്കെ മാറും ഒരു പരിധി വരെ ഈ കെഫൈനൊക്കെ ഉള്ളതുകൊണ്ട് കോഫിയിൽ. പക്ഷേ ഉറക്കം റെഗുലേറ്റ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ഉള്ള നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ്. നല്ല വെള്ളം, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനോടൊപ്പം തന്നെ. അതായത് അലോവേറ ജെല്ലിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. അത് ഭയങ്കര ശക്തമായി നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്സ് എന്ന് നമ്മൾ പറയില്ല, കണ്ണിനടിയില്ലാത്ത തടിപ്പ്, പഫിനെസ്സും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസും കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഫലം കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അലോവേറ ജെല്ലാണ് ഒന്ന്, കോഫിയാണ്, പിന്നെ പാല്, അതുപോലെ തന്നെ ഹണി, ആൽമണ്ട് ഓയിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടിയാണ്. കസ്തൂരി മഞ്ഞളാണെങ്കിലോ കൂവ മഞ്ഞളാണെങ്കിലോ എന്താണെങ്കിലും അതിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ അറിയാം. കസ്തൂരി മഞ്ഞളൊക്കെ മുഖത്തിൻ്റെ ഏത് ഭാഗത്ത്, ശരീരത്തിൻ്റെ എവിടെ ഇട്ടാലും എക്സലൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിൾസ്, കളറ് കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ബ്രൈറ്റ്നെസ്, എല്ലാത്തിനും എക്സലൻ്റ് ആണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ള കാര്യമാണ് കസ്തൂരി മഞ്ഞളും. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേ നോക്കി കണ്ണിൻ്റെ അടിയിൽ പുരട്ടിയിരുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഉണങ്ങി. ഒരു 15 മിനിറ്റെങ്കിലും വെച്ചേക്കുക. ഞാനിപ്പോൾ 15 മിനിറ്റൊന്നും വെക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഡെമോ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഫക്റ്റ് ഒന്നും കാണാൻ പറ്റില്ല, കാര്യം ഇത് ഒരു ദിവസത്തെ കാര്യമല്ല. കോട്ടൺ കൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യുക. കോട്ടൺ പാഡ് വെള്ളത്തിൽ മുക്കിയതാണ്. ഡാർക്ക്നെസ് ഒക്കെ നല്ല രീതിയിൽ പോകും. എൻ്റെ കണ്ണിനടിയിൽ അങ്ങനെ ഡാർക്ക്നെസ് ഇല്ല, ചെറിയൊരു പഫിനെസ് ഉണ്ട്. അത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറും. മാത്രമല്ല നന്നായിട്ട് ഉറങ്ങും കൂടെ വേണം.
മിനിമം 8 hours ഉറങ്ങണം എന്നാണ്. എങ്കിലും ഇത് പൊടിക്കൈയൊക്കെ ചെയ്താൽ കുറഞ്ഞ ആൾക്കാർക്കും കുറേയൊക്കെ ഫലം കിട്ടും. ഓക്കെ, എന്നെപ്പോലുള്ളവർക്ക് കുറച്ചൊക്കെ ഗുണമുണ്ടാവും. പക്ഷെ ഞാൻ ഡെയിലി ചെയ്യണം. ഓക്കെ, അതാണ് വേണ്ടത്. കംപ്ലീറ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇൻസ്റ്റൻ്റായിട്ട് ഒരു ചെറിയൊരു മാറ്റമാണ് വരുന്നത്. കാര്യം ഇപ്പോൾ അത്രയും സമയമല്ലേ ഞാൻ വെച്ചിരുന്നുള്ളൂ. പക്ഷേ ഇതിനൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും എല്ലാ ദിവസവും ചെയ്താൽ. അപ്പോൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇഷ്യൂ എന്താണോ, കണ്ണിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന പ്രോബ്ലം എന്താണോ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്ത് നോക്കുക. കണ്ണിൻ്റെ അടിയിലുള്ള ഇഷ്യൂസാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ്, ഡാർക്ക് സർക്കിൾസ്, പഫിനെസ് അഥവാ സ്ലീപ്പിംഗ് ബാഗ്സ്, പിന്നെ എന്താ പറയുക, ചെറിയ ചുളിവുകൾ, റിങ്കിൾസ്. അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ണിൻ്റെ അടിയിലാട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് കുറച്ചുകൂടി ചെറുപ്പമായിട്ട് കുറേ നാളും കൂടി ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ കണ്ണിൻ്റെ അടിയിൽ ചെറിയ തടിപ്പുണ്ട്, അത് നല്ല രീതിയിൽ മാറും. ഞാൻ എപ്പോഴും ചെയ്യാറില്ല, അതിനുള്ള സമയം ചിലപ്പോൾ കിട്ടാറില്ല. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു പ്രയോറിറ്റി ആയിട്ട് എടുത്ത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. ഒരു വിസിബിളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. അപ്പോൾ ഉണ്ടാക്കി വയ്ക്കുക, ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക, ഡെയിലി യൂസ് ചെയ്യുക. കിടക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക, എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അലോവേറ ജെല്ലുണ്ട്. ഇതെല്ലാം മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ്. അതുപോലെ ആൽമണ്ട് ഓയിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ഇത് തുടച്ച് കഴിഞ്ഞിട്ട് കണ്ണിന് ചുറ്റും നമ്മൾ മുഖത്ത് സാധാരണ മോയ്സ്ചറൈസർ വരട്ടിയിട്ടല്ലേ കിടക്കുകയുള്ളൂ. നൈറ്റ് ക്രീംസ് ഒക്കെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് ചെയ്തിട്ട് കിടക്കുക. നല്ല റിസൾട്ടുണ്ട്. അപ്പം സന്തോഷം, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. സിമ്പിൾ റെമഡിയാണ്, ഒരു സിമ്പിൾ ഇഷ്യൂ ആണ് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.